ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു സ്റ്റോക്കിലേക്ക് സ്വാഗതം. നമ്മൾ കുറെ നാളായി ഇപ്പം വീഡിയോ ഇട്ടത്. നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്കിപ്പോൾ ഇത്രയും നാളൊരു ഡിലേ വന്നത്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ലാലേട്ടൻ വേറൊരു കാമിയോ റോളിൽ വരുന്നുണ്ട്. നമ്മൾ ജയിലറിനകത്തൊക്കെ കണ്ടാണ് അതുപോലെ കാമിയോ റോളിലായിട്ട് വരുന്ന സിനിമയാണ് കണ്ണപ്പ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് എനിക്ക് ഒരുപാട് പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പഴയ കാലഘട്ടത്തിന്റെ ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്തൊരു ഗസ്റ്റ് റോളാണ്. ഗസ്റ്റ് റോള് ലാലേട്ടൻ മാത്രമല്ല, പ്രഭാസ് വരുന്നുണ്ട്, അക്ഷയകുമാർ ഉണ്ട്, അങ്ങനെ ശരത് കുമാർ, അങ്ങനെ വലിയ വലിയ താരനിരകൾ തന്നെ ഈ ഒരു സിനിമയിലുണ്ട്. വിഷ്ണു ആണ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടറായിട്ട് ചെയ്യുന്നത്. അപ്പം പാൻ ഇന്ത്യൻ മൂവി ആയിട്ടാണ് വരുന്നത്. അപ്പം അതിന്റെ രണ്ടാമത്തെ ടീസർ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ആ ടീസർ കണ്ടു നോക്കാം. ലൊക്കേഷൻ ഒക്കെ ന്യൂസിലാൻഡ്. ഐശ്വര്യല്ലേ അല്ലേ? ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് വന്നോട്ടെ, നോക്കാം നമുക്ക്. എന്റെ വാക്ക, ഇന്നെന്റെ വാക്ക. ആപത്ത് വരുമ്പോഴെല്ലാം വീരന്മാരുടെ തല ആവശ്യപ്പെടുന്ന ഈ കല്ല് ദൈവമല്ല. ടീസർ കണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഇത് തോന്നുന്നില്ല, ഒരു വലിയൊരു സംഭവമായിട്ട്. ഇത് ബ്രഹ്മാണ്ട് ഇത്രയും ചില ഷോർട്സ് ഒക്കെ രസമുണ്ട് കണ്ടപ്പം. ചെറിയ VFX കിട്ടുള്ള ചില ഒന്ന് രണ്ട് മറ്റേ ഈ അമ്പൊക്കെ പോകുന്നത് അങ്ങനത്തെ സീൻസ് ഒക്കെ രസമുണ്ട് കാണാൻ. പക്ഷെ അല്ലാതെ ഈ സംഭാഷണങ്ങളും ഒക്കെ വന്ന സീൻസ് ഒക്കെ നമ്മളൊരു ജസ്റ്റ് ഒരു അത്ര ഒരു ഇമ്പാക്ട് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അവസാനത്തെ ആ പ്രഭാസിന്റെ എൻട്രി കാണിക്കുന്ന ആ ഒരു സീൻ നല്ല രസമുണ്ട് കാണാൻ. അപ്പം മൊത്തത്തിൽ നമുക്കൊരു ആവറേജ് സംഭവമാണ് തോന്നി. വലിയ എന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് ഇത് വലിയ ബ്രഹ്മാണ്ഡ സംഭവമായിട്ട് ഈ ഒരു ടീസറിൽ നിന്ന് നമുക്ക് തോന്നുമായിരിക്കും. പിന്നെ ലൊക്കേഷനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ലൊക്കേഷനൊക്കെ ഇത് ന്യൂസിലാൻഡ് ഭാഗത്തൊക്കെയാണ് കാണിച്ചേക്കുന്നത്. അപ്പം ആ ഒരു പച്ചപ്പും ഒക്കെ ഒരു പ്രത്യേക രസമുണ്ട് കാണാം. പിന്നെ ആ ഫോറസ്റ്റ് ഏരിയ ഒക്കെ കാണാൻ ലൊക്കേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോ നമ്മൾ കൂടുതലും ഇതിനകത്ത് വന്നാലൊക്കെ ഇല്ല, ഇപ്പൊ പറഞ്ഞൊരു ട്രെയിലറൊക്കെ വന്നാലേ ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ കൂടുതൽ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ മൊത്തത്തിൽ സൗണ്ട് എഫക്ട് ഒക്കെ നമുക്ക് ഓക്കെ ആയിട്ടാണ് ഞാൻ തോന്നിയത്. ഇതിനകത്ത് ആ 2-3 ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ ആ ഒരു വാറിന്റെ സീൻസ് ഒക്കെ കാണിച്ചപ്പോ ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് മലയാളികൾ കാത്തിരിക്കുന്നത് ലാലേട്ടന്റെ ആ ഒരു എൻട്രിയാണ്. നമ്മൾ ജയിലറിനകത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, ഇപ്പൊ ലാലേട്ടന്റെ ആ ഒരു 5 മിനിറ്റ് വരുന്നുള്ളെങ്കിലും ആ ഒരു തിയേറ്ററൊക്കെ നമ്മൾ ഇല്ലേ ഭയങ്കര അത്രയ്ക്കും കയ്യടികളും അത്രയും രോമാഞ്ചം വന്ന സീനൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സീൻ നമുക്ക് കിട്ടിയത്. അപ്പൊ അതുപോലൊരു സംഭവം ഈ ഒരു സിനിമയിൽ നമുക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ട്രെയിലറിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നിർത്തുന്നു. ഓക്കെ, ബൈ.